everyone, welcome back to yet another video. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇറ്റലിയിലുള്ള വെനിസിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോയതാണ്. അപ്പം അവിടുത്തെ ചെറിയ ചെറിയ രസകരമായ കാഴ്ചകളും ഞങ്ങൾ നിന്ന റൂമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സോ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിത് വായിക്കാൻ നോക്കുമായിരുന്നു. ഹോട്ടൽ സെന്റുവാറോ എന്നാണ് അത് വായിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ പറയുന്നത് ഹോട്ടൽ സെന്റുവാറോ എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളുള്ളത് വെനീസിലാണ്. വെനീസിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ സെന്റുവാറോ. ഇതല്ലായിരിക്കും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. പക്ഷേ ഒരു വെറൈറ്റി ഹോട്ടലാട്ടോ ഇത്. കാണാനായിട്ട് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ളൊരു ഹോട്ടലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയ്ക്കും ഓൾഡ് ആയിട്ടുള്ളത്. അതായത് ഇത് 1500 ആ സമയത്തൊക്കെ പണിത ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ റൂം കാണാനായിട്ട് നല്ല രസമാണ്. ഒരു രാജകീയമായ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് റൂം കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് റൂം കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കീ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഒറിജിനൽ ഇരുമ്പോ എന്തോ സാധനമാണെന്തോ ലോഹം. ഭയങ്കര വെയിറ്റാണ്. നമുക്ക് നമ്മുടെ റൂം തുറന്ന് നോക്കാം. ചെക്കോളൂ. ഈ ഒരു സാധനം ഇവിടെ എവിടെയോ കയറ്റണം എന്നാലേ ഉള്ളൂ. ഇതല്ലേ? ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ റൂം. കണ്ടോ, രാജകീയമായ റൂം. അപ്പം ഇവിടെ നമുക്ക് ഒരു ഡബിൾ ബെഡുണ്ട്. കിങ് സൈസ് ബെഡാണെന്ന് തോന്നുന്നു. നല്ലൊരു ബെഡുണ്ട്. എനിക്കതിൻ്റെ ആ ഒരു കളർ തീമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലേക്ക് വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ കളറും ഒക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഒരു ക്ലോത്ത് ആട്ടോ. 1500 ടൈമിലുള്ള, അതായത് 500 വർഷമൊക്കെ ബാക്കിലേക്കുള്ള ഒരു ഹോട്ടലാണ് ഇത്. ഇപ്പോഴും അവർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തേക്കുന്നത്. ഈ ഒരു കീ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? വെറൈറ്റി അല്ലേ? നമ്മൾ ഹാരി പോട്ടറിൻ്റെ ഒക്കെ മൂവിയിൽ കാണുന്നൊരു കീ പോലെ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു പഴയ ഷെൽഫുണ്ട്. ഇത് മുകളിലും ഉണ്ട് എന്തോ ഒരു സംഭവം. നമുക്ക് ഒത്തിരി ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാമെന്ന് തോന്നുന്നു. നല്ലൊരു ചെയറുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമുണ്ട് ഇവിടെ. ഇത് നോക്കി, ഇതൊരു മിനി ഫ്രിഡ്ജാണ്. സ്റ്റോറേജ് ആണ്. ഫ്രിഡ്ജ് എന്ന് പറയാനായിട്ട് ഒത്തിരി തണുപ്പൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടോ, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. ഒറിജിനൽ വുഡാ. അതൊക്കെ നല്ല രസമില്ലേ? അതെ. പിന്നെ ഇവിടെ നമുക്കൊരു സംഭവമുണ്ട്. വിൻഡോ ആണെന്ന് തോന്നും, പക്ഷെ സാധാരണ വിൻഡോ അല്ല, വെറൈറ്റി വിൻഡോ ആണ്. സാധാരണ വിൻഡോ അല്ല, ഇത് ബാൽക്കണി കം വിൻഡോ ആണ്. ഇതിൽ നമുക്ക് കയറിപ്പോ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴ ഇച്ചിരി കുറഞ്ഞിട്ട് നമുക്ക് കയറിപ്പോയി നോക്കാം. അതെ, അടച്ചേക്കാം. പിന്നെ അടുത്തതായി ഇവിടുന്ന് ഒരു 2 സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. അതായത് ടോയ്ലറ്റ്, വാഷ്റൂം, ബാത്റൂം എല്ലാം വരുന്നത്. 2 ടോയ്ലറ്റ് ഉണ്ടോ? ഇല്ല. അത് ഇവിടെ ഇറ്റലിക്കാരുടെ ഒരു പ്രത്യേക ഒരു, അത് എല്ലാ രാജ്യത്തും അവരുടേതായ ഒരു രീതികളുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇറ്റലി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളത് ഗസ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അറിയില്ലാത്തവർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ നിന്ന ഹോട്ടലിലത്തെ റൂം ടൂർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റൂം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ആ വീഡിയോ എൻഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ ഇച്ചിരി ലെങ്തിയാണ്. സോ എക്സൈറ്റിംഗ് തിങ്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ, അപ്കമിങ് വീഡിയോസിലാണ് വരുന്നത്. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുക. ടിൽ ദെൻ എവ്രി വൺ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.